KPSTA സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള ഉത്തരമേഖല വനിതാ സ്പെഷ്യൽ കൺവെൻഷൻ ഉദുമ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടന്നു. AICC മെമ്പർ അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി, നിത്യാനന്ദ ബിൽഡിംഗ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. അഭിനവ മുണ്ടശ്ശേരിമാർ ചേർന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ കുട്ടിച്ചോറാക്കുകയാണെന്ന് AICC അംഗം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ പറഞ്ഞു. ഉദുമയിൽ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ഉത്തരമേഖല വനിതാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. പിണറായി വിജയന്റെ വാഴ്ത്തുപാട്ട് പാടുന്നവർക്കും AKG സെന്ററിലുള്ളവർക്ക് ഓശാന പാടുന്നവർക്ക് മാത്രമാണ് ഇപ്പോൾ ആനുകൂല്യം കിട്ടുന്നത്. ഉത്സവപ്പറമ്പിലെ പോക്കറ്റടിക്കാരനെ പോലെയാണ് CPIM. പോക്കറ്റടിക്കാരൻ അപഹരിച്ച ശേഷം കള്ളൻ കള്ളൻ എന്ന് കൂക്കി വിളിച്ച് മുന്നിലോടും. ഇതുപോലെ കോൺഗ്രസ് BJP ബാന്ധവം എന്ന് പതിവായി പറയുകയും എന്നിട്ട് CPM അവർക്കൊപ്പം സഹകരിക്കുകയും ചെയ്യുന്നു. സംസ്ഥാനത്തെ ADGP RSSന്റെ ഇന്ത്യ രാജ്യത്തെ രണ്ടാമനെ പോയി കണ്ട് ചർച്ച നടത്തുന്നു. അയാളുടെ തലതൊട്ടപ്പം പിണറായി വിജയൻ അറിയാതെയാണോ? ഉത്സവപ്പറമ്പിലെ പോക്കറ്റടിക്കാരനെ പോലെയാ CPM. എങ്ങനെയെന്ന് പറഞ്ഞാൽ പോക്കറ്റടിക്കാരൻ പോക്കറ്റ് അടിച്ചിട്ട് അവൻ ഓടുന്നത് കള്ളന്റെ പുറകെ ഓടിയെന്ന് പോക്കറ്റടിക്കാരൻ ഓടുന്ന പോലെയാണ് CPM ഓടുന്നത്. കാലാകാലങ്ങളിൽ CPM പറയും കോൺഗ്രസ് BJP ബാന്ധവം. ഞാൻ ചോദിക്കുന്നു, ഈ രാജ്യത്തെ BJPയുടെ അധികാര ധാർഷ്ട്യത്തിനെതിരെ തന്റെ ഇടത്തോടെ നിലകൊണ്ടുള്ള കോൺഗ്രസ് അല്ലാതെ മറ്റൊരു പ്രസ്ഥാനത്തെ ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്കാകുമോ? തൃശൂരിലെ തെരഞ്ഞെടുപ്പിൽ ഇവർ തമ്മിലുള്ള ഈ അന്തർധാരയാണ് വെളിപ്പെട്ടത്. പിണറായി ഭരണത്തിൽ സംസ്ഥാനം പീഡനങ്ങളുടെ തലസ്ഥാനമായി മാറിയെന്നും കുട്ടികൾക്ക് പത്രം വായിക്കാനും TV കാണാനും പറ്റാത്ത സ്ഥിതിയിലേക്ക് ഈ ഭരണം കേരളത്തെ എത്തിച്ചുവെന്നും ബിന്ദു കൃഷ്ണ കുറ്റപ്പെടുത്തി. സത്യം പറഞ്ഞാൽ ഇപ്പൊ TV കാണാൻ പറ്റും, പത്രം വായിക്കാൻ പറ്റും. ഇന്ന് നമ്മളെ മക്കളുടെ പത്രം വായിക്കാൻ പറയാൻ പറ്റൂ? TV ന്യൂസ് കാണാൻ പറയാൻ പറ്റൂ? എന്റെ തമ്പുരാനെ, പീഡനം സർവത്ര പീഡനം. എവിടെയുണ്ട് പീഡനമില്ലാത്ത? സിനിമാ രംഗത്ത് പീഡനം. പിന്നെ പോലീസ് പരാതി കൊടുക്കാൻ പോലീസ് ചെന്നാൽ അവിടെ പോലീസുകാർ കൂട്ടത്തോടെ വേണിപ്പിക്കും. എല്ലാ രംഗത്തും ആരെ നമ്മൾ വിശ്വസിക്കും? പിണറായിയുടെ ഭരണം കേരളത്തെ പീഡനത്തിന്റെ തലസ്ഥാനമാക്കി മാറ്റിയോ എന്ന് സംശയമുള്ള രീതിയിലാണ് കേരളമെമ്പാട് നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ നമ്മെ ഭയപ്പെടുത്തുന്നത്. 33 അധ്യാപികമാരെ അണിനിരത്തി KPSTA കാസർഗോഡ് ജില്ലാ കൾച്ചറൽ ഫോറം ഒരുക്കിയ സ്മൃതി തരംഗ എന്ന നൃത്ത സംഗീത ശില്പത്തോടെയാണ് ഉദുമ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ കൺവെൻഷൻ ആരംഭിച്ചത്. സംസ്ഥാന വനിതാ ഫോറം ചെയർപേഴ്സൺ MP റഷീദ ചടങ്ങിൽ അധ്യക്ഷയായി. KPSTA സംസ്ഥാന പ്രസിഡന്റ് K അബ്ദുൽ മജീദ് മുഖ്യപ്രഭാഷണം നടത്തി. സ്മൃതി തരംഗ സംഗീത നൃത്തശില്പം അവതരിപ്പിച്ച അധ്യാപികമാരെ ബിന്ദു കൃഷ്ണ ഉപഹാരം നൽകി അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീതാകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പുഷ്പ ശ്രീധരൻ, DCC ജനറൽ സെക്രട്ടറി ധന്യ സുരേഷ്, KPSTA സീനിയർ വൈസ് പ്രസിഡന്റ് TA ഷാഹിദ റഹ്മാൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് K രമേശൻ, സംസ്ഥാന സെക്രട്ടറിമാരായ GK ഗിരീഷ്, MK അരുണ, റവന്യൂ ജില്ലാ പ്രസിഡന്റ് KV വാസുദേവൻ നമ്പൂതിരി എന്നിവർ സംസാരിച്ചു. സംസ്ഥാന വനിതാ ഫോറം കൺവീനർ P ചന്ദ്രമതി സ്വാഗതവും സംസ്ഥാന കൌൺസിലർ സ്വപ്ന ജോർജ് നന്ദിയും പറഞ്ഞു. കേരള കേന്ദ്ര സർവകലാശാലയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മേരി വിനീത തോമസ് സ്ത്രീ ശാക്തീകരണം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. വൈകിട്ട് നടന്ന സമാപന സമ്മേളനം KPSTA സംസ്ഥാന സെക്രട്ടറി PV ജ്യോതി ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഉദുമ.